ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. ആൻഡ് ഇതാ ഞങ്ങളുടെ ക്രിസ്മസ് വ്ലോഗാണ്. ഹലോ ഗായ്സ്, ഞങ്ങൾ കാറ്റത്താണ്. ഇവിടെ ഒടുക്കത്തെ കാറ്റാണ്, നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ക്രിസ്മസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്ന് നിൽക്കുക. ഫുഡൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ രാത്രി ഒരു 7 മണിയായി. എന്നാൽ നല്ല ലൈറ്റ് ഉണ്ട്. ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യത്തിൽ നടന്നൊന്നുമില്ല. ഞങ്ങൾ ഫുഡ് ഡേ തന്നെയായിരുന്നു മെയിൻ ക്രിസ്മസ് ആയിട്ട്. കാരണം ഇവിടുത്തെ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണെന്ന്. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി. ഞാനും മമ്മിയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറയാറില്ലേ, അവളും ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അതെ, മമ്മിയുടെ ആദ്യത്തെ ക്രിസ്മസിനോ പിന്നെ എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് തന്നെയല്ലേ. അതെ, ഞങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടതാ അവിടെ വെച്ച്. പിന്നെ എന്തുണ്ടായ ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. പിന്നെ ഞങ്ങൾ 2 ദിവസം മുമ്പ് സിറ്റിയിലൊക്കെ പോയി അവിടുത്തെ ലൈറ്റ്സും സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതെങ്ങനെ ഉണ്ടായിരുന്നു മമ്മി? നല്ല അടിപൊളിയായിരുന്നു. ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടാവും ക്യാമറ, ബിക്കോസ് തണുത്ത് കൈ വരയ്ക്കുന്നതാ. അങ്ങനെ. അപ്പോൾ നിങ്ങളെ എന്തൊക്കെ ഉണ്ടായെന്ന് കണ്ടിട്ട് വാ. ഞങ്ങൾ 2 ദിവസം മുമ്പ് സിറ്റിയിൽ പോയിരുന്നു പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ മെൽബൺ സെൻട്രലിൽ പോയി. അവിടെയാണെങ്കിൽ പെപ്സിയുടെ എന്തോ പ്രൊമോഷൻ്റെ പാട്ടായിട്ട് അവിടെ സാന്തേൻ്റെ കൂടെ ഫോട്ടോ എടുക്കലോ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് വെറുതെ കിട്ടണോണ്ട് നമ്മളും വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ക്ലോക്ക് ഭയങ്കര ഫേമസ് ആണല്ലോ. എല്ലാ 1 hour കൂടുമ്പോഴും അതിങ്ങനെ തുറന്ന അതിലെ കിളികളൊക്കെ പുറത്തു വരുമല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ടു. ഞാൻ പിന്നെ മമ്മിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി. എന്നിട്ട് അതൊക്കെ വാങ്ങിച്ചു. ഞാനിപ്പോൾ മെൽബൺ സെൻട്രലിലാണ്. ഇവിടെ ഞങ്ങൾ ലൈറ്റൊക്കെ കാണാൻ വന്നതാ. യാര റിവറിൻ്റെ അവിടുത്തെ ലൈറ്റൊക്കെ ഇനി കാണാൻ പോകണം. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. എന്തായാലും ലൈറ്റൊക്കെ പോകാൻ കുറച്ചുകൂടി നേരം എടുക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മോളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മമ്മിക്ക് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വന്നതാ. വലിയ കാര്യത്തിലൊന്നും അല്ല കേട്ടോ, ചെറിയ ഗിഫ്റ്റാണ്. 9 to 11 ആണ് ആ വാട്ടർ ഷോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് 9 എത്താന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. Such a light, this girl. Something about it changed my state of mind. I've been redesigned. So open your eyes before the sun past the sky and all of your dreams are passing by. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം മമ്മി യാര റിവറിന്റെ ഫൗണ്ടനൊക്കെ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്ഥലം പിടിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്കിനി സ്ട്രീറ്റ് കൂടെ ജസ്റ്റ് നടക്കാം. നല്ലൊരു വൈബില്ലേ ഇങ്ങനെ നടക്കാൻ. ആട് ഫുള്ള് പറ്റൂ. വീഴാൻ പോണ പോലെ അപ്പുറത്തേക്ക് ആക്ക്. ആക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ഈശ്വര വീഴൂ. പേടിപ്പിക്കല്ലേ. പേടിയാന്നെനിക്ക് മമ്മി ആടുമ്പോ. അയ്യോ ഈശോയെ, മതി മതി മതി. എനിക്ക് പേടിയാവാ മമ്മി ആടുമ്പോ. തലയും കുത്തി വീഴോന്ന്. ആടാം.
മുമ്പൊരു ദിവസം ഞാൻ ഈ വഴി കൂടെ പോയപ്പോൾ കണ്ടപ്പോൾ എനിക്കിത് ജസ്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നേ. അന്ന് മമ്മിയും കണ്ടതാണേ. അപ്പം മമ്മിക്ക് അന്ന് ഭയങ്കര ജാടായിരുന്നു വേണ്ടാന്ന്. ഇന്നിപ്പോൾ പിള്ളേരൊക്കെ അവിടെ കിടന്ന് ആടുന്ന കണ്ടപ്പോൾ മമ്മിക്കും ജസ്റ്റ് ട്രൈ ചെയ്യണമെന്നായി. ഞാനും ട്രൈ ചെയ്തപ്പോൾ രസമുണ്ടായിരുന്നു. വീഴാൻ പോണ പോലെയായിരുന്നു. ഒരു സ്ട്രെസ്സൊക്കെ പോകാൻ നല്ലതാണ് ഇങ്ങനെ ഇരുന്ന് ആടുമ്പോൾ. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ പള്ളിയിലെ ലൈറ്റും പുൽക്കൂടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. മമ്മിയും പിന്നെ എൻ്റെ ഫ്രണ്ട് കൂടെയാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തത്. ഇതിൽ വൈൻ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ അതിൻ്റെ വീഡിയോ ഷോർട്സിലിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നിങ്ങളതെല്ലാം കണ്ടു എന്ന് തോന്നുന്നു. പിന്നെ ആ വൈന് നല്ലതായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ. പിന്നെ വട്ടയപ്പം എന്തെങ്കിലും റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്നും വിചാരിക്കണ്ട കേട്ടോ, കാരണം മമ്മിക്ക് വേറെ പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പാത്രം വെച്ച് ഉണ്ടാക്കിയോണ്ടാണ് ഈ റെക്റ്റാങ്കുലർ വട്ടയപ്പം. പിന്നെ ഞങ്ങൾ വൈന് 2 ചിയേഴ്സൊക്കെ അടിച്ച് അങ്ങ് കുടിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും നല്ലതായിരുന്നു. പിന്നെ ഇന്നത്തെ ബിരിയാണി പ്രിപ്പറേഷൻ എൻ്റെ വകയായിരുന്നു. എൻ്റെ വക എന്ന് മാത്രം പറയാൻ പറ്റൂല കേട്ടോ, മമ്മിയാണ് ഫുള്ള് ഹെൽപ്പ് ചെയ്തത് എല്ലാം കട്ട് ചെയ്യാനും ഇതിനും എല്ലാത്തിനും. ഞാൻ ജസ്റ്റ് അതെല്ലാം ഇട്ട് എന്താ പറയുക ഇളക്കി, അത്രയും തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ ആബിദ റഷീദ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലില്ലേ, അവരുടെ റെസിപ്പി നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ മുമ്പൊരു വട്ടവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല റെസിപ്പിയാണ്, എനിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഈ വട്ടവും നന്നായിട്ട് തന്നെ വന്നു. ഞാൻ മുമ്പൊരു വട്ടവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പൊടിക്ക് അന്ന് ഉണ്ടാക്കിയത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. എനിവേ എന്തായാലും ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണിയും ഈ കാണുന്ന എല്ലാം ഉണ്ടായിരുന്നു ഉച്ചത്തെ ഫുഡിന്. പിന്നെ ബാക്കിയുള്ള ഡിഷസൊക്കെ മമ്മിയും പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് ചെയ്തത്. മമ്മി പ്രോൺസിൻ്റെ ഒരു സ്റ്റാർട്ടറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഈ ഒരു ക്രിസ്മസ് മെയിൻലി ഫുഡ് കഴിക്കൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഞാനിങ്ങനെ എല്ലാവർക്കും വിളമ്പി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ഫുഡ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. അപ്പോഴാണല്ലോ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അതിങ്ങനെ നല്ലതാണോ പൊട്ടയാണോ എന്ന് കറക്റ്റായിട്ട് പറയുന്നത് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. നല്ലതാണെങ്കിൽ അത് കേട്ട് സന്തോഷിക്കാനും, ഇത്തിരി മോശമായിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്യാനും അത് നല്ലതല്ലേ. എങ്ങനെയുണ്ട് മമ്മി ബിരിയാണി? ഞാനിന്ന് കൊറേ പണിയെടുക്കണം കണ്ടപ്പോ ഞാൻ ഫ്ലോപ്പ് ആവുന്നു. ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കട്ടെ, ഇത്രയും ടേസ്റ്റ് ഉണ്ടാവോ എന്ന് വിചാരിച്ചു. പക്ഷെ അത്രയും വർക്ക് ചെയ്തതിനുള്ള ഇതുണ്ട് ശരിക്കും. പിന്നെ ഇന്നത്തെ ഡെസേർട്ട് ഉണ്ടാക്കിയത് എൻ്റെ ഫ്രണ്ടാണ്. അത് ആപ്പിൾ കോബ്ലറാണ് അവൾ ഉണ്ടാക്കിയത്. ഞാൻ വിചാരിച്ചു ലൈക്ക് ആപ്പിൾ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടല്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഞങ്ങളുടെ വക മെറി ക്രിസ്മസ്. നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അടിയിൽ കമൻറ്റ് ചെയ്യേ. അപ്പോൾ മെറി ക്രിസ്മസ് to everyone. Bye. See you all in my next video. Bye.